Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് Yamaha Ray യുടെ കാർബറേറ്റർ ക്ലീനിങ് ആണ്. ഇവിടെ കാർബറേറ്റർ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഓവർഫ്ലോ ആയിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചിരിക്കുകയും ഇനി അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാർബറേറ്ററിൻ്റെ ബോഡി. അപ്പോൾ ഇതിൻ്റെ ജെറ്റ്, സ്ലോ സ്പീഡ് ജെറ്റ്, അതിൻ്റെ ഫ്ലോട്ട് എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നന്നായിട്ട് എയർ അടിച്ച് ഈ ഹോൾസ് എല്ലാം ക്ലീൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മെയിൻ ജെറ്റ്, ഇതാണ് അതിൻ്റെ മെയിൻ ജെറ്റ്, ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ഹോൾസൊക്കെ ഉണ്ട്, അതെല്ലാം നോക്കി എയർ അടിച്ച് മെയിൻ ജെറ്റ് ഒരു പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് അത് ടൈറ്റ് ആയിക്കോട്ടെ. ഇനി സ്ലോ സ്പീഡ് ജെറ്റ് ഇവിടെ ഇങ്ങനെ ഓക്കെ. അപ്പോൾ രണ്ട് ജെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഈ ഫ്ലോട്ടും അതിൻ്റെ നീഡിലും കൂടെ നമുക്ക്, ഇതാണ് ഫ്ലോട്ട് നീഡിൽ, നമുക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് നിന്ന് കടത്തി വയ്ക്കണം. പിന്നെ ഒരു നീഡിലിട്ട് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യും. പിന്നെ ഈ സ്റ്റാർ ഒന്ന് ടൈറ്റ് ചെയ്യും. അത് ഇങ്ങനെ ഒന്ന് അനക്കി നോക്കണം. സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത്, അതായത് ഇതിലേ വരുന്ന പെട്രോള് ആവശ്യത്തിന് വേണ്ടി മാത്രം ഇതിനെ ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും, ക്ലോസ് ആവും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ശരി, അപ്പോൾ ജെറ്റ് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്തിന് അതിൻ്റെ ഫ്ലോട്ട് കപ്പ്, ഇതിൻ്റെ ഈ ഗ്രൂ നോക്കണം. ഈ ഗ്രൂ ഈ ഭാഗത്തോട്ട് വേണം. ഈ ഓറിങ് കറക്റ്റായിരിക്കണം, അത് ശ്രദ്ധിച്ചോളണം. ഇതിൽ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല, ഇത് കുറച്ച് പുതിയ വണ്ടി ആയതുകൊണ്ട് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3 സ്ക്രൂ ആണ് ഇതിൽ വരുന്നത്. നമുക്കത് കൈ കൊണ്ടൊന്ന് പിടിപ്പിച്ച് അതായത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതിൽ 3 സ്ക്രൂ ആണ് വരുന്നത്. ചിലതിൽ 4 എണ്ണം വരും. നല്ല ഫുൾ ടൈറ്റ് ചെയ്യണം. ആ ഓറിങ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവണം. ഇങ്ങനെ നനയ്ക്ക് നോക്കണം. ഒരു ടിക്ക് ടിക്കിന് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ ആ വാൾവ് ഫ്ലോട്ട് കറക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അടുത്ത് നമുക്ക് ഈ വാക്വം പിസ്റ്റൺ, ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതായത് ഇതിൽ ഈ ഒരു പോർഷൻ ഇവിടെ വരണം. ഈ ഭാഗത്തായിട്ട് ഈ ഒരു പോർഷൻ, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ലൈഡർ പിസ്റ്റൻ്റെ പൊസിഷൻ മാറിപ്പോകും. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നായിരിക്കും, ഇങ്ങനെ വെച്ചിട്ട് തന്നെ വേണ്ടോ. ഓക്കെ, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്.
ഇവിടെ നിന്ന് മടങ്ങി ഇരിക്കരുത്, ആ ഗ്രൂവിൽ കറക്റ്റായിട്ട് ഇറങ്ങി. അടുത്ത് നമുക്ക് ഈ സ്പ്രിങ്, റിട്ടേൺ സ്പ്രിങ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഈ സ്പ്രിങ്ങൊക്കെയാണ്. അതുപോലെ ഇതിലൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഈ ഭാഗത്തേക്ക് വേണം. ഓക്കെ, പിന്നെ പതുക്കെ പ്രസ് ചെയ്ത് ഇത്രയോ. രണ്ട് സ്റ്റാർ നമുക്ക് അവിടെ ഒന്ന് പിടിപ്പിക്കാം. ഇതിലൊരു ക്ലിപ്പും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ച് നമുക്ക് അപ്പോൾ കറക്റ്റ് ഫങ്ഷൻ ആണോ എന്നറിയാം. ഈ പിസ്റ്റൺ ഒന്ന് തള്ളി കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. യമഹാ റേയുടെ കാർബറേറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ